അപ്പോൾ ഒരേ ടീം എഴുതിയ രണ്ട് ക്ലൈമാക്സുകളെ കുറിച്ചാണ് ഈ വീഡിയോ. അതിൽ ആദ്യത്തേത് തെങ്കാശി പട്ടണം. ഇന്ന് ഒരു സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് വിഷമിക്കാനുള്ള ഒരു സെല്ലൊന്നും എന്റെ ബ്രെയിനിൽ ബാക്കിയില്ലെങ്കിലും ചെറുപ്പത്തിൽ ഈ സിനിമയുടെ ഈ ഒരു ക്ലൈമാക്സ് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ അതുവരെ എവിടെ തൊട്ടാലും കോമഡി എന്ന നിലയ്ക്ക് സഞ്ചരിച്ച ഒരു പടമായിരുന്നു. അങ്ങനെ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ രണ്ട് നായകന്മാർ തല്ലുകൂടുന്നത് കാണുമ്പോൾ ഏതാണ്ട് 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഞാൻ ഈ സിനിമ ആദ്യമായി കണ്ടത്. സോ അന്ന് ഇതെനിക്ക് അൺസഹിക്കബിൾ ആയിരുന്നു. അതായത് ഈ ക്ലൈമാക്സ് മുഴുവൻ കണ്ടു തീർക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ സിനിമയുടെ മുക്കാൽ ഭാഗം കണ്ടു തീർത്ത് അവിടെ എത്തുമ്പോൾ ചാനൽ മാറ്റുക എന്നതായിരുന്നു പതിവ്. എന്നിരുന്നാലും ഇത്രയൊക്കെ സഫറിംഗ് ഉള്ള ഒരു ക്ലൈമാക്സ് ആണെങ്കിലും ഇതിന്റെയൊക്കെ അറ്റത്ത് എന്നാൽ നിങ്ങളുടെ മകളെ എന്റെ ചങ്ങാതിക്ക് കെട്ടിച്ചു കൊടുക്ക് എന്ന ലാലിന്റെ ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് സീൻ മാറും. സോ ഇതിൽ ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വകയില്ലാത്ത, എനിക്കിപ്പോഴും ന്യായത്തിന്റെ തട്ടിൽ തൂക്കി നോക്കുമ്പോൾ ഇത് ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ക്ലൈമാക്സ് ആണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തേത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എവിടെ തൊട്ടാലും കോമഡി എന്ന നിലക്കായിരുന്നു ഈ സിനിമയും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഒടുക്കം ക്ലൈമാക്സിൽ എത്തുമ്പോൾ രണ്ടുപേരാണ്. ഒന്ന് മിണ്ടാപ്രാണി എന്ന ലേബലുള്ള ഒരാൾ, മറ്റൊന്ന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടിയും മരിച്ചുപോയ തന്റെ കാമുകനെ ഓർത്ത് വിധവയെ പോലെ വെള്ളസാരിയും ചുറ്റി ജീവിക്കാൻ തീരുമാനിച്ചൊരു പെൺകുട്ടി. സോ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഈ ക്ലൈമാക്സിൽ ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നായകൻ ഇപ്പൊ രണ്ടുപേരെയും കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുൻകാല കാമുകിയുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് നായകൻ ഈ പുതിയ ആളെ കല്യാണം കഴിക്കുന്നതും. പക്ഷെ അപ്പോഴും എന്തോ ഈ ഒരു ക്ലൈമാക്സിലെ ജോമോളുടെ കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്റ്റിൽ ഇറ്റ്സ് ആൻ അൺഫിനിഷ്ഡ് സ്റ്റോറി. ഇനി നിങ്ങളോടൊരു ചോദ്യം, സത്യം പറയണം. ആദ്യമായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ ക്ലൈമാക്സിന് മുൻപ് ജോമോൾ ഇപ്പോഴും നായകനെ ഓർത്ത് ജീവിക്കുകയാണെന്ന് കണ്ടിട്ടും നായകൻ ഇപ്പൊ കിട്ടിയ സൗഭാഗ്യങ്ങൾ തുറന്നു പോയിക്കോട്ടെ, നായകൻ ഒന്നുമില്ലാതിരുന്ന കാലത്ത് സ്നേഹിച്ച ആളാണെങ്കിൽ കൂടിയും ജോമോൾ ഇനി നായകന്റെ ലൈഫിലേക്ക് ചെല്ലാതിരിക്കട്ടെ എന്നൊരു സ്വാർത്ഥ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ?